RSSന്റെ നിയന്ത്രണത്തിലുള്ള വിവിധങ്ങളായ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി പാദപൂജ ചെയ്യിപ്പിക്കുന്ന വീഡിയോകൾ, വാർത്തകൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആ വിദ്യാഭ്യാസം ജനാധിപത്യ, മതനിരപേക്ഷ, പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസമാണ് എന്നതാണ്. ആ ജനാധിപത്യ, മതനിരപേക്ഷ, പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർവൽക്കരിക്കാൻ ആവശ്യമായ ഒരു വലിയ പരിശ്രമം ബോധപൂർവം കേരളത്തിൽ RSS നടത്തുന്നു എന്ന് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. ചാതുർവർണ്ണീയ വ്യവസ്ഥിതി RSS എല്ലാ കാലവും മുന്നോട്ട് വെക്കുന്ന അവർ തത്വദീക്ഷിതയാണ്. ആ ചാതുർവർണ്ണീയ വ്യവസ്ഥിതിയുടെ ഒരു അണിയറ പ്രവർത്തനമാണ് സ്കൂളുകളിലൂടെ നടത്താൻ RSS ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മതവിശ്വാസങ്ങൾ ഓരോ മനുഷ്യൻ്റെയും സ്വകാര്യതയാണ്. എല്ലാവരും വിശ്വാസികളാണ്, പലരും പല നിലയിലുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അവരെല്ലാം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്തരം വിശ്വാസങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ കാല് തൊട്ട് തൊഴുതാൽ അതൊരു വിവേദമാക്കേണ്ട കാര്യമുണ്ടായി ഞങ്ങൾ കാണുന്നതേയില്ല. പക്ഷേ നിർബന്ധിതമായി സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ച് റിട്ടയർഡായ അധ്യാപകരെ കൊണ്ടുൾപ്പെടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ഏർപ്പെടുത്തുന്ന രീതി ഒരു കാരണവശാലും ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന രീതിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നാം കാണേണ്ട പ്രധാനപ്പെട്ട ചില ഭരണഘടനാ നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയിൽ 2025 ജൂൺ മാസം 27 പ്രധാനപ്പെട്ടൊരു വിധി ഹൈക്കോടതി പറയുന്നുണ്ട്. ജസ്റ്റിസ് C. ജയചന്ദ്രൻ്റെ ബെഞ്ചാണ്. അത് സുൽത്താൻ ബത്തേരിയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രത്യേകമായ ഒരു അമിക്കസ് ക്യൂറിയെ തന്നെ വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിയോഗിക്കുന്നുണ്ട്. അതിലെ അമിക്കസ് ക്യൂറിയുടെ നിരീക്ഷണം പ്രത്യേകമായി ഹൈക്കോടതിയെ വിധിക്കത് സൂചിപ്പിക്കുന്നുണ്ട്. The learned amicus curiae specially invited this court attention to the UN Convention on the Rights of Child 1989. എന്നിട്ട് അതിനകത്തൊരു വാചകം അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. No child shall be subjected to torture or other cruel, inhuman or degrading treatments or punishments. സ്വാഭാവികമായി ഈ വാചകം നമ്മളെല്ലാവരും അടയാളപ്പെടുത്തേണ്ട ഒരു വാചകമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്ന ആ കൺവെൻഷനിൽ തന്നെ ആർട്ടിക്കിൾ 16.1 No child shall be subjected to arbitrary or unlawful interference with his or her privacy, family, nor to unlawful attack on his or her honor and reputation. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. വിദ്യാർത്ഥികളുടെ മാനസികമായ, വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായ പേഴ്സണൽ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു കയറി നിർബന്ധിതമായി ഇത്തരം ആചാരങ്ങളിൽ ഏർപ്പെടാൻ RSSൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരം സ്കൂളുകളിൽ പ്രേരിപ്പിക്കുന്നതിനെ വളരെ ഗൗരവമായി നാം കാണേണ്ടത്. അതേ വിധിയിൽ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ രാജ്യത്തുള്ള എഡ്യൂക്കേഷണൽ റൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. സെക്ഷൻ 17 ഓഫ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 കോടതി കോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഹിബിഷൻ ഓഫ്, വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്, പ്രൊഹിബിഷൻ ഓഫ് ഫിസിക്കൽ പണിഷ്മെൻറ്റ് ആൻഡ് മെൻ്റൽ ഹറാസ്മെൻറ്റ് ടു ചിൽഡ്രൻ. നോ ചൈൽഡ് ഷാൽ ബി സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ് ഓർ മെൻ്റൽ ഹറാസ്മെൻറ്റ്. യഥാർത്ഥത്തിൽ ഈ സ്കൂളുകളിൽ നടക്കുന്നത് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന സമീപനമാണ്. ഈ മാനസികമായ പീഡനം സ്വീകരിക്കുന്ന വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കണം എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് SFI ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായ അന്വേഷണം നടത്തി അതിൽ നടപടി സ്വീകരിക്കാം എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. സ്വാഭാവികമായി RSSനോട് ഇങ്ങനെയൊന്നും ചെയ്തു പോയേക്കരുതേ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി RSS ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മണ്ട പോയ തെങ്ങിലാണ് ഇപ്പോഴും RSS കയറിയിരിക്കുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനവും അവർ നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് RSSനെ ഉപദേശിച്ച് നന്നാക്കി കളയാം എന്ന തെറ്റിദ്ധാരണയൊന്നും നമുക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമാണ്. ഗുരുപൂജ എന്ന പേരിൽ അവരെന്താണ് കേരളത്തിൽ നടത്തിയത് എന്ന് കേരളത്തിൻ്റെ മനസാക്ഷി തിരിച്ചറിയേണ്ടതായിരുന്നു. ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ്. ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ പേര് അനൂപ് എന്നാണ്. ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം. അദ്ദേഹം BJPയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറിനാട്ടെ പഞ്ചായത്ത് മെമ്പറുമാണ്.
ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ്? ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ BJP നേതാവിൻ്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് RSSകാർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ RSS നടത്തുന്നതിനെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും വ്യക്തിപരമായി വിശ്വസിക്കുന്ന മതാചാരങ്ങളെ അവർ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ ചൂഷണം ചെയ്ത് നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട്, നമ്മുടെ സഹപാഠികളെ കൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് BJP നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് കഴുകിപ്പിക്കുന്ന സമീപനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരായി പ്രതികരിക്കണം. ഇത്തരം അപരിഷ്കൃതമായ നടപടികൾ സ്വീകരിക്കാൻ കുട്ടികളെ മാനസികമായി ടോർച്ചർ ചെയ്ത് പ്രേരിപ്പിക്കുന്ന ഇത്തരം വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി സ്വീകരിക്കണം. ഈ കേരളത്തെ ചാതുർവർണ്ണ വ്യവസ്ഥിതി അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ എന്താണോ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് ആ നിലയിലൊരു ആശയതലം കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ പരിശ്രമമാണ് നിർഭാഗ്യവശാൽ ഈ സ്കൂളുകളിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥിതിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാനാവില്ല. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും.